പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു അക്ബർ. അല്ലാഹു എത്ര വലിയവനാണ് എന്നാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ അല്ലാഹു മാത്രമാണ്. നാം എല്ലാം അല്ലാഹുവിൻ്റെ മുന്നിൽ എത്രയോ നിസ്സാരക്കാരാണ്. നമുക്ക് എന്ത് തന്നെ നേടിയിട്ടുണ്ടെങ്കിലും നമ്മുടേതായിട്ട് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ യോഗ്യതയിലുള്ള മികവാണെങ്കിലും ആരോഗ്യ മേഖലയിലുള്ള മികവാണെങ്കിലും അല്ലെങ്കിൽ കായിക മേഖലകളിലുള്ള മികവാണെങ്കിലും പണം സമ്പാദിക്കുന്നവരിൽ നാം ഒരുപാട് മികവുള്ളവരാണെങ്കിലും ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നമുക്ക് ലഭിച്ചതാണ്. അതല്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണാർത്ഥം നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മികവ് നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വിനിയോഗിച്ചു എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് നൽകിയ ഒരു പരീക്ഷണങ്ങൾ മാത്രമാണ് എന്ന് നാം ഓരോരുത്തരും ഓർക്കുക. ചിലപ്പോഴെങ്കിലും ചില ആളുകളെങ്കിലും ചില സമയത്ത് ചിന്തിക്കും, എനിക്ക് കിട്ടിയതെല്ലാം എൻ്റെ സ്വയം പ്രയത്നം കൊണ്ട് ലഭിച്ചതാണ്, ഞാൻ എൻ്റെ സ്വയം അധ്വാനം കൊണ്ട് ലഭിച്ചതാണ്. അത് ആരോഗ്യ മേഖലയിലാണെങ്കിൽ ഒരുപാട് ചിട്ടകൾ ഞാൻ പാലിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ആരോഗ്യം ഇതുപോലെ നിലനിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഒരുപാട് അധ്വാനിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പണം ഇത്രയും വർദ്ധിച്ചു വരുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരെല്ലാവരും ഒന്ന് ഓർക്കുക. അൻ അബി മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യദ്ഖുലുൽ ജന്ന من كان في قلبه مثقال ذرة من كبر. അബി മസ്ഊദ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൃദയത്തിൽ അളവ് അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ഈ അഹങ്കാരം നമ്മെ എത്തിക്കുന്നത് വമ്പിച്ച നാശത്തിലേക്കായിരിക്കും. ഇസ്ലാം വിലക്കിയ ആത്മപ്രശംസ, ഏഷണി, പരദൂഷണം, മറ്റുള്ളവരെ അപമാനിക്കൽ എന്നിങ്ങനെയുള്ള ദുസ്വഭാവങ്ങളായിട്ട് എന്തൊക്കെയുണ്ടോ അതിലെല്ലാം തന്നെ ഈ അഹങ്കാരമാണ് നമ്മെ എത്തിക്കുന്നത്. നമ്മളിലേക്കാൾ ഉയർന്ന് ഒരാളും നിൽക്കരുത് എന്നുള്ള മനോഭാവം എത്തുന്നതോടുകൂടി ആ വ്യക്തി അല്ലെങ്കിൽ അവർ നമ്മുടെ മികവിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അപമാനിക്കണം അല്ലെങ്കിൽ സമൂഹത്തിൽ ഒന്ന് താഴ്ത്തിക്കെട്ടണം എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വരും. അതേപോലെ അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏഷണി, പരദൂഷണം എന്നിങ്ങനെയുള്ള ആ ഒരു സ്വഭാവത്തിലേക്കെല്ലാം ഈ അഹങ്കാരമുള്ളവരെ ഇങ്ങനെയൊക്കെയുള്ള ദുസ്വഭാവങ്ങളുള്ളവരെ ആക്കി മാറ്റുവാനും ഇത് കാരണമായേക്കാം. ഇങ്ങനെയുള്ള ഒരു ദുസ്വഭാവങ്ങളിലേക്കും എത്താതിരിക്കാൻ നമ്മുടെ ഹൃദയത്തെ നാം പൂർണ്ണമായി നന്നാക്കുക. അഹങ്കാരം അണുമണി നമ്മുടെ ഹൃദയത്തിൽ വരാതെ നാം സൂക്ഷ്മമായി കൊണ്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യുക. യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.